അതായത് ഹണി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ വർണ്ണനകളാണ്. അപ്പോൾ അവരെ കഴുത്തിലൊരു വജ്രമാല ടൈപ്പ് ഒരു മാല കിടന്നിരുന്നത്. അപ്പോൾ അവരെ തോളത്ത് പിടിക്കുന്നു. തോളത്ത് പിടിച്ച് തിരിഞ്ഞ് പറഞ്ഞു, ഇത് തിരിഞ്ഞു നിൽക്കൂ, ഇതിൻ്റെ പിൻഭാഗം കാണട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആലോചിക്കണം. ശരീര സൗന്ദര്യം സംരക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഉദാഹരണത്തിൽ പോകുമ്പോൾ ഹായ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കുന്ന അലിയുന്ന പോലെയുള്ളത് കൊണ്ട് അവരെ വേഷഭൂഷാനിൽ ചിലപ്പോൾ കുറച്ച് ഗ്ലാമറസാവും ഒരു. അല്ലെ, ഹണി റോസുമായിട്ട് ബന്ധം പറയുമ്പോൾ ഇതൊരു ഹണി റോസിൻ്റെ പ്രശ്നം മാത്രമല്ല അത്. ഒന്നാമത് നമ്മൾ സിനിമാക്കാരെ ആരാധിക്കുന്നു പലരും എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ അന്ധമായിട്ട് ആരാധിക്കുന്നത്? ഈ ആരാധന സ്നേഹം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ അത് മറ്റ് ദുഷ്ചിന്തകൾ കൊണ്ടാണോ എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പണമുള്ളവർക്ക് ഒരു ആരാധന, അവരുടെ ആരാധന രീതി വേറെയാണെന്ന് ആലോചിക്കണം. സിനിമാക്കാരികളാണ് അല്ലെങ്കിൽ മുമ്പ് നാടകക്കാരിയാണെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട കണ്ണുകൾ കൊണ്ടാണ് അവരെ കണ്ടിരുന്നത്. അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്, മറ്റുള്ളവർക്ക് കഴിയാത്ത കലാകാരികളാണവർ. ഇതൊക്കെ ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഇത് ഹണി റോസ് ഇപ്പോൾ പ്രതികരിച്ചത് മാത്രമേ ഉള്ളൂ. പ്രതികരിക്കാതെ വേണ്ടെന്ന് വെച്ചാൽ എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. ഇപ്പം ഞാൻ ഈ ഹണി റോസിനെ കാണുമ്പോൾ ഹണി റോസ് ഒരു പാവം യുവതിയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ അവരെ ഫസ്റ്റ് പടം തൊട്ടേ എനിക്കുള്ള പരിചയങ്ങളാണ്. വിനയൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴുള്ള അന്ന് തൊട്ടുള്ള ഒരു അനുഭവങ്ങളാണത്. അവരൊരു പ്രശ്നത്തിനും പോകാറില്ല. ഇന്ന റോള് വേണമെന്ന് പറഞ്ഞ് മത്സരിക്കാറില്ല. ആ റോളിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു കൂട്ടത്തിലുള്ള അല്ലാന്ന് അറിയിക്കണം. പിന്നെ അവർ കുറേ പ്രശസ്തയായപ്പോൾ കുറേ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട്. ഈ സിനിമാക്കാരെ സംബന്ധിച്ച് ഉദ്ഘാടനം ഒരു പ്രധാന വരുമാനമാണ് ശരിക്കും. അതെല്ലാവർക്കും പറ്റുന്നതല്ല. പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കണം എന്നില്ല. കാരണം നമ്മളെ പ്രൊഫഷൻ്റെ ഭാഗത്തല്ല. അവരെ പ്രൊഫഷൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് ശരീര സൗന്ദര്യം സംരക്ഷിക്കണം, ആൾക്കാരുടെ ആരാധന എന്ന് നിലനിർത്തണം. അത് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ് ആയിരിക്കണം. അപ്പോൾ ഹണി റോസ് സത്യത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം അവർ വിവാഹിതയാകാതെ നിൽക്കുന്നത് പോലും തൻ്റെ ജോലിക്ക് കോട്ടം കെട്ടാതെ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണത്. ഇപ്പോൾ ഈ യുവതികളിൽ അല്ലെങ്കിൽ നടികളിൽ കൂടുതൽ ഉദ്ഘാടനത്തിന് പിടിക്കാം. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് ഈ ഹണി റോസ് സുന്ദരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെക്കുറിച്ചുള്ള ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്കുകളൊന്നും ഉപയോഗിക്കുന്ന ആത്മാർത്ഥമായിട്ടില്ല. അതിൽ വേറെ അക്ഷരങ്ങൾ ചേർക്കാം, ആ അർത്ഥം ചേർക്കുമ്പോൾ വേറെ അർത്ഥം വരുന്നുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചത്. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ശരീരം ശ്രദ്ധിക്കുന്നു. ഇപ്പം നമ്മൾ നടന്നു പോകുന്നതായിരിക്കും. അപ്പം ഞാനും എൻ്റെ ഭാര്യയോ എൻ്റെ സഹോദരിയോ എൻ്റെ മകളുടെ മകളോ മരുമകളോ ഒക്കെ നടന്നു പോകുന്നു. ഈ നടന്നു പോകുമ്പോൾ ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? സത്യത്തിൽ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? നമ്മുടെ രക്തം തിളയ്ക്കും. ചിലപ്പോൾ വഴക്കൂടും, ചിലപ്പോൾ സംഘടന നടക്കാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. അങ്ങനെ എത്രയോ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ഇവരിങ്ങനെ പൊതുജനങ്ങളുടെ സ്വത്താണ് എന്ന് ധരിച്ചുകൊണ്ട് എന്തും പറയുന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് അറിഞ്ഞപ്പോൾ ഞാൻ മുമ്പും പലപ്പോഴും ഞാൻ ഹണിയെ എന്തെങ്കിലും വാർത്തകൾക്ക് വേണ്ടിയായാലും നമ്മൾ പല ഫ്രണ്ട്ഷിപ്പായാലും ഹണിയെ വിളിക്കാറുണ്ട്. വളരെ മാന്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അഭിനയം അവരുടെ ജീവിതത്തിൽ ഒരു ഇത്രയും വർഷമായിട്ടൊരു നല്ല റോള് എന്ന് പറഞ്ഞാൽ, അതായത് ഹണി റോസിനെ എന്നും ഓർക്കുന്ന രീതിയിൽ റോള് കിട്ടിയിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ബോച്ചയുടെ സ്ഥാപനങ്ങളിലും ഇവർ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് ബോച്ച പല സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഉണ്ടായപ്പോൾ തന്നെ മോശമായിട്ട് പെരുമാറ്റമോ വാക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് ഹണി തന്നെ പറയാറുണ്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ എന്നുള്ള ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എന്താണ് സംഭവം. അപ്പോൾ സംഭവം വേറൊന്നുമില്ല. അവർ പറഞ്ഞു ഞാനിത് കുറേ ക്ഷമിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട സംഭവങ്ങൾ കേട്ടാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മുമ്പ് തന്നെ നമ്മൾ പല സിനിമകളിലും അഭിനയിച്ചു, ഇത്രയും ഗ്ലാമറസ് ആകാമോ, ഇത്രയും ഇഴി അഭിനയിക്കാമെന്നോ ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം പരസ്യമായിട്ട് പരിഹസിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീക്കും താങ്ങാവുന്നതല്ല. ഞാൻ ഹണി റോസിനോട് ചോദിച്ചു, ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ബോച്ച അത്ര മോശമായിട്ട് പെരുമാറുന്ന ആളാണോ? അയാൾ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ. ആയിരിക്കാം, ഇല്ല എന്നും പറയുന്നില്ല. അദ്ദേഹം മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. മാത്രമല്ല അതുവരെ മിനിങ്ങന്നാൾ വരെ ബോച്ചയാണെന്നോ ബോബി ചെമ്മണ്ണൂരാണെന്നോ ഹണി റോസ് പേരേ പറഞ്ഞിരുന്നില്ല. ആരുടെയും പേര് പറഞ്ഞിരുന്നില്ല. പേര് പറഞ്ഞാൽ വെച്ചാൽ പേര് പറയാതെ ഇത് ആവർത്തനം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പേര് പറഞ്ഞുകൂടെ?
മറ്റുള്ളവർ കുറേ ഉണ്ടല്ലോ പേര് പേര് ഇനി 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 മോശമായിട്ട് പെരുമാറി പേര് പറയുക മാത്രമല്ല ഞാൻ കേസ് കൊടുക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ 10-30 പേരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊരു 60 വയസ്സുകാരനെ പറവുകാരനാണെന്നുകൊണ്ട് സംശയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ നടന്നത് എന്ന് ചോദിക്കുകയാണ്. നടന്നതൊന്നുമല്ല, അദ്ദേഹം പലപ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗവും മുൻഭാഗത്തെയും കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അത് പുരാണങ്ങളിലൊരു പ്രധാന കഥാപാത്രത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിയിട്ടാണ് ഭരിക്കുന്നത്. അത് അങ്ങനെയല്ല, അത്രയും സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ആ കഥാപാത്രത്തോടുള്ള പോലെയല്ല എന്നെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. അതൊന്ന്. രണ്ടാമത്, ഈയിടെയായിട്ട് പല വേദികളിലും ഞാൻ ചിലപ്പോൾ അദ്ദേഹം ഉണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മനഃപൂർവ്വം ഞാൻ വരുന്ന വേദി അദ്ദേഹം കൈയടക്കിയാണോ, പണം കൊടുത്ത് കൈയടക്കുന്നതാണോ എന്ന് പറയാം. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എന്തായാലും ബോച്ചയുള്ള പരിപാടിക്ക് എന്നെ വിളിക്കരുത്, അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാനത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കോഴിക്കോടിനും വയനാട്ടിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നതാണ് പറയുന്നത്. അവിടെ ഉദ്ഘാടനത്തിന് പോകുന്നു. അപ്പോൾ ബോച്ച അതുവരെ ഇല്ല. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, എത്താറായപ്പോഴാണ് ഇത് ബോച്ച ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോലും തിരിച്ചു പോരാൻ പറ്റില്ല. ഒന്നാമത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ പണം പറഞ്ഞിട്ടുണ്ട്, കുറേ കൈപ്പറ്റിയിട്ടുണ്ട്, എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അതൊരു വലിയ ചതിയായിരിക്കും. പിന്നെ അവർക്ക് കേസിന് പോകാം. അവിടെ ചെന്നപ്പോൾ ബോച്ച ഒരു ചീഫ് ഗസ്റ്റാണ് അവിടെ നിന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് പഴയതുപോലെ വർണ്ണനകൾ തുടങ്ങി. സ്റ്റേജിൽ ഒരു പ്രത്യേക ഒരു മൈം കാണിക്കുന്നത് പോലെയാണ്. അതായത് ഹണി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ വർണ്ണനകളാണ്. അപ്പോൾ അവരെ കഴുത്തിലൊരു വജ്രമാല ടൈപ്പ് ഒരു മാല കിടന്നിരുന്നത്. അപ്പോൾ അവരെ തോളത്ത് പിടിച്ച് തിരിഞ്ഞ് പറഞ്ഞു, ഇത് തിരിഞ്ഞു നിൽക്കൂ, ഇതിൻ്റെ പിൻഭാഗം കാണട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആലോചിക്കാം. അപ്പം അങ്ങനെ എത്തിയ സ്ഥിതിക്ക് ഈ രണ്ട് തോളത്ത് പിടിച്ചുകൊണ്ട്, തോളത്ത് അമർത്തിയാണോ സ്നേഹം കൊണ്ടാണോ തൂവൽ കൊണ്ടാണോ എന്നൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ ആ സ്ത്രീയെ തൊട്ടു എന്ന് മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾ, ആ വാക്കുകൾ നിങ്ങൾ മൃദുല വാക്കുകളായി നല്ല വാക്കുകളായി പറയുമ്പോൾ പോലും അത് ആ സ്ത്രീക്ക് വേദനയുണ്ടാക്കുന്ന, മുറിവേൽക്കുന്ന തരത്തിലാണോ അത് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബോച്ചയ്ക്ക് മാത്രമല്ല, ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിച്ച് രസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണെന്ന് ആലോചിക്കണം. അത് തെറ്റില്ല. ആരെങ്കിലുമൊക്കെ പറയാനും ചോദിക്കാനും ഉണ്ടാവണം. ഒരുപക്ഷെ കോടതിയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ശക്തി കൊണ്ടോ അദ്ദേഹം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയേക്കാം. പക്ഷെ എന്നാലും കുറച്ച് പേര് കാണുന്നില്ലേ? ഇന്ന് എത്രയോ ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും വലിയൊരു ബിസിനസ് മാനെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ കേസിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ മോശമായിട്ട് അപമാനിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി എത്ര കോടികൾ അടക്കി വെച്ച് അവിടെ കിടന്നിട്ടെന്ത് കാര്യം? മറ്റുള്ളവരെ സഹായിച്ചിട്ടെന്ത് കാര്യം? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ ഇതാദ്യമല്ല. ഒന്നാമത് തന്നെ എനിക്ക് അറിയാവുന്ന ഹണി റോസ് വെച്ചാൽ അവരൊന്നിനും പോകുന്നതല്ല, അങ്ങനെ പ്രതികരിക്കാൻ പോകുന്നതൊന്നുമല്ല. ഒന്ന് മോശക്കാരിയൊന്നുമല്ല എന്നല്ലേക്കണം. അപ്പോൾ എനിക്ക് ആരോടും വഴക്കൂടാൻ പോയിന്ന് അങ്ങനത്തെ ഒരു ഹണി റോസിനെ കുറിച്ച് ഞാൻ എൻ്റെ ഇത്രയും കാര്യത്തിലിടയ്ക്ക് ഇല്ല. മാത്രമല്ല ഞാൻ അവരെ അറ്റാക്ക് ചെയ്തവർക്ക് എഴുതിയിട്ടുള്ളതാണത്. അങ്ങനെ ചെയ്യുമ്പോഴും ഞങ്ങളുടെ ബന്ധത്തിന്, ഒരു മാധ്യമപ്രവർത്തന ബന്ധത്തിന് ഒരിക്കലും അവർ എന്നോട് വെറുപ്പ് കാണിച്ചിട്ടുമില്ല. ഒന്നാമത് നമുക്കൊരാളുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. സ്വകാര്യം എന്ന് പറഞ്ഞാൽ സ്വകാര്യം തന്നെയാണ്, അതല്ലേ? അത് പരസ്യമാക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ ശരീര സൗന്ദര്യം സംരക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഉദാഹരണത്തിൽ പോകുമ്പോൾ ഹായ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കുന്ന അലിയുന്ന പോലെയുള്ളത് കൊണ്ട് അവരെ വേഷഭൂഷാനിൽ ചിലപ്പോൾ കുറച്ച് ഗ്ലാമറസ് ആവും. അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗം തന്നെയല്ലേ.